നബിദിനാഘോഷം സ്വന്തം നിലയ്ക്ക് പ്രതിഫലാർഹമോ ശിക്ഷാർഹമോ അല്ല, അനുവദനീയമായ ഒരു കാര്യമാണ്. ഈ വിശ്വാസത്തോടെ ഒരാൾ നബിദിനം ആഘോഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രബോധന പ്രവർത്തനങ്ങളോ അന്നദാനമോ ഇതര സമുദായാംഗങ്ങൾക്ക് പ്രവാചകനെ മനസ്സിലാക്കാൻ സഹായകമായ പ്രസംഗങ്ങളോ ലഘുലേഖ വിതരണം പോലുള്ള കാര്യങ്ങളോ നടത്തുകയാണെങ്കിൽ അവയെല്ലാം പ്രതിഫലാർഹമായിരിക്കും. കാരണം അവയെല്ലാം സ്വന്തം നിലയ്ക്ക് പ്രതിഫലാർഹമെന്ന് ശരീരത്തിൽ സ്ഥിരപ്പെട്ടവയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ നബിദിനം ഒരവസരമാക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ നബിദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് നടത്തപ്പെടുന്ന ചില കാര്യങ്ങൾ ശിക്ഷാർഹമല്ലേ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. 1. വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന വിധമുള്ള ഘോഷയാത്ര. ഇത് വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കിക്കളയണമെന്ന ഇസ്ലാമിൻ്റെ നിലപാടിന് വിരുദ്ധമല്ലേ? 2. നബി ജനിച്ചതല്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ള തീയതികളിൽ നബിദിനം ആഘോഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വെള്ളിയാഴ്ചയല്ലാത്ത ദിവസം ജുമാ നിർവഹിക്കുന്നത് പോലെയല്ലേ? 3. അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ദർശനത്തിനോ സ്പർശനത്തിനോ സാധ്യമാകും വിധം ഘോഷയാത്ര, ദഫ്മുട്ട് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കൽ. ഇതും ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത നിലപാടിനു വിരുദ്ധമല്ലേ? എൻ്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇവയെല്ലാം ശിക്ഷാർഹമായ കാര്യങ്ങളാണെന്നാണ്. അല്ലാഹു അഅലം ബിസ്സവാബ്.